വോയിസ് ഓഫ് മുജിബിലേക്ക് ഏവർക്കും സ്വാഗതം. 19ാം സീസൺ IPL കൊടിയിറങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത് 15-കാരൻ പയ്യനാണ്. തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കളിക്ക് വേണ്ടി തന്റെ SSLC പരീക്ഷ പോലും മാറ്റിവെച്ച് കളത്തിലിറങ്ങിയ വൈഭവ് സൂര്യവംശി, ദ റിയൽ യൂണിവേഴ്സൽ ബേബി ബോസ്. വിരാട് കോഹ്ലിയും സഞ്ജു സാംസണും KL രാഹുലും ശുഭ്മാൻ ഗില്ലും ക്ലാസനും ശ്രേയാസ് അയ്യരുമെല്ലാം പങ്കെടുത്ത ഒരു ടൂർണമെന്റിൽ വെറും ഒരു 15 വയസ്സുകാരൻ, കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു ബാലൻ റൺ വേട്ടയിൽ ഒന്നാമതെത്തുന്നു. 776 റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത്. 90-ന് മുകളിൽ സ്കോർ ചെയ്ത് സെഞ്ചുറിക്കരികെ പുറത്തായത് 3 തവണയാണ്. ഒരു തവണ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. ആ 776-ൽ 72 സിക്സുകൾ ഉണ്ടായിരുന്നു. വർഷങ്ങളായി ക്രിസ് ഗെയിൽ കാത്തു സൂക്ഷിച്ചിരുന്ന 59 സിക്സിന്റെ റെക്കോർഡാണ് 15-കാരൻ മറികടന്നത് 72 സിക്സോടെ. ഫോറുകളുടെ എണ്ണത്തിൽ 63 നേടിയത്. ഇന്നലെ ഒരു ബാറ്റർക്ക് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും ആ 15-കാരൻ തന്നെയാണ് വാങ്ങിക്കൂട്ടിയത്. ഏറ്റവും കൂടുതൽ ഫോറിനുള്ള അവാർഡ് മാത്രമാണ് ആ പയ്യന് കിട്ടാതെ പോയത്. കാരണം ഫോറിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈഭവ് സൂര്യവംശി സിക്സുകളെയായിരുന്നു. നമ്മുടെയൊക്കെ ആ ഒരു 15 വയസ്സ് പ്രായത്തിൽ കണ്ടവൻ്റെ കണ്ടത്തിൽ മടക്കന കൊണ്ട് ബാറ്റുണ്ടാക്കി കളിക്കുന്ന പ്രായത്തിലാണ് IPL പോലത്തെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കളിക്കാനെത്തുകയും കളിച്ച് തൻ്റെ കഴിവ് തെളിയിച്ച് സകല അവാർഡുകളും വാരിക്കൂട്ടുന്നത്. എമർജിംഗ് പ്ലെയർ അവാർഡ് ഏറ്റുവാങ്ങുന്നു, സൂപ്പർ സ്ട്രൈക്കർ അവാർഡ് ഏറ്റുവാങ്ങുന്നു, സൂപ്പർ 6 അവാർഡ് ഏറ്റുവാങ്ങുന്നു, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡ് ഏറ്റുവാങ്ങുന്നു, ഓറഞ്ച് ക്യാപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഇനി എന്താണ് വേണ്ടത്? ഇനി ബാക്കിയുള്ളത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയെന്നുള്ള അവാർഡാണ്. അതെന്തായാലും സൂര്യവംശി ബൗളർ അല്ലാത്തത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫോറിനുള്ള ഒരു അവാർഡുമാണ് കിട്ടാതെ പോയിട്ടുള്ളത്. ഓരോ അവാർഡിനും 10ഉം 15ഉം ലക്ഷമാണ് ലഭിക്കുന്നത്. നമുക്കെല്ലാം ആ കൊച്ചു പയ്യൻ്റെ ഇത്രയും വലിയ പ്രകടനത്തിൽ സന്തോഷിക്കാം. വരും നാളുകളിൽ ഇന്ത്യക്ക് വേണ്ടി നിറഞ്ഞാടാനുള്ള ഒരായുധമാണ് സൂര്യവംശി എന്നതിൽ സംശയമില്ല. ഏത് നല്ല കാര്യത്തിനും വിമർശനം കണ്ടെത്തുന്ന ചില മഹാന്മാരുണ്ട്. അവർ സൂര്യവംശിയുടെ പ്രകടനത്തെക്കുറിച്ച് പറയുന്നത്, ഇന്ത്യൻ പിച്ചുകളിൽ ഇത്തരം പ്രകടനം നടത്തിയത് കൊണ്ട് കാര്യമില്ല, IPL ഒരുക്കിയിട്ടുള്ളത് ബൗളേഴ്സിന്റെ ശവപ്പറമ്പാണ്, ഇത്തരം ഫ്ലാറ്റ് പിച്ചുകളിൽ പ്രകടനം നടത്തിയത് കൊണ്ട് വിലയിരുത്താൻ സാധ്യമല്ല എന്നാണ്. എന്നാൽ അവരോടൊക്കെ പറയാനുള്ളത്, ഇതേ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ അണ്ടർ-19 കപ്പ് നേടിയിരുന്നു. അന്ന് സൂര്യവംശിയുടെ പ്രായം 15ലേക്ക് എത്തുന്നുള്ളൂ. ആ സമയത്താണ് ഇന്ത്യൻ ടീമിൽ അംഗമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ആ അണ്ടർ-19 കപ്പ് നേടിയത് ഇന്ത്യയായിരുന്നു. ഫൈനലിൽ എതിരാളികൾ ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ 50 ഓവറിൽ ഇന്ത്യ നേടിയത് 411 ആയിരുന്നു. ആ 411-ൽ 175 റൺസ് നേടിയത് വൈഭവ് സൂര്യവംശി എന്ന നിങ്ങൾ ഈ പറയുന്ന ഫ്ലാറ്റ് പിച്ചുകളിൽ പ്രകടനം നടത്തുന്ന കൊച്ചു പയ്യനായിരുന്നു. അന്ന് 175 സ്കോർ നേടാൻ സൂര്യവംശിക്ക് നേരിടേണ്ടി വന്നത് വെറും 80 പന്തുകളായിരുന്നു. അതായത് 13 ഓവറും 2 ബോളും, 15 സിക്സുകളും 15 ഫോറുകളും അടക്കമാണ് അന്ന് 175 ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്തത്. 50 ഓവറിൽ ഇന്ത്യ നേടിയത് 411. ഇന്ത്യക്കെതിരെ ഫൈനലിൽ മറുപടി ബാറ്റിങ്ങിൽ അന്ന് ഇംഗ്ലണ്ടിന് നേടാൻ കഴിഞ്ഞത് 311 റൺസ് ആയിരുന്നു. ഇന്ത്യ 100 റൺസിൻ്റെ വിജയവുമായി ഫൈനലിൽ കപ്പുയർത്തിയപ്പോൾ ആ ഫൈനലിൻ്റെ താരമായി മാറിയ താരമാണ് വൈഭവ് സൂര്യവംശി. ആ മത്സരം നടന്നത് ഇന്ത്യൻ പിച്ചുകളിലല്ല, ഏറ്റവും വലിപ്പം കൂടിയ ബൗണ്ടറികളുള്ള സിംബാബ്വേയുടെ ഹരാരയിലായിരുന്നു. ആ സിംബാബ്വേയിലെ ഹരാരയിലാണ് 15 സിക്സുകളും 15 ഫോറുകളും നേടിക്കൊണ്ട് 80 പന്തിൽ 175 റൺസും നേടിക്കൊണ്ട് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്ത കൊച്ചു പയ്യൻ്റെ പ്രകടനം നടത്തിയത്. എന്നിട്ട് ആ പയ്യനെക്കുറിച്ച് പറയുന്നു, ഇന്ത്യൻ്റെ ഫ്ലാറ്റ് പിച്ചുകളിൽ പ്രകടനം നടത്താൻ ആർക്കും കഴിയും എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, IPL-ന്റെ വേദികൾ എപ്പോഴും ബൗളർമാരുടെ ശവപ്പറമ്പാണ്, അതിനുവേണ്ടി നിർമ്മിച്ച പിച്ചാണ് എന്നെല്ലാം നമ്മൾ സമ്മതിക്കാം. ഇതിൽ സൂര്യവംശി ഒറ്റക്കല്ലല്ലോ പങ്കെടുത്തത്. എത്ര താരങ്ങളുണ്ടായിരുന്നു, എത്ര വലിയ കൊമ്പന്മാരുണ്ടായിരുന്നു. എങ്കിൽ അവർക്കൊന്നും എന്തേ ഇത് സാധിക്കാതെ പോയത്? ഒന്നു മാത്രമാണ് പറയാനുള്ളത്, കൊച്ചു പയ്യനാണ്, കളിച്ചു വളർന്നു വരട്ടെ, അവൻ ഇന്ത്യയുടെ അഭിമാനമായി മാറട്ടെ. വെറും വിമർശനങ്ങൾ കൊണ്ട് വേട്ടയാടാൻ നിൽക്കരുത്. തൻ്റെ പഠിത്തവും തൻ്റെ പരീക്ഷയും ഉപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയും കിരീടം നേടിക്കൊടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പയ്യനാണ്. അതുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ വെറുതെ വിമർശിക്കാൻ നിൽക്കരുത്. ആ വിമർശകരോട് ഇത്രമാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്, നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും വിമർശിക്കാൻ നിൽക്കരുത്. കാരണം വൈഭവ് സൂര്യവംശി എന്നുള്ളത് നിങ്ങളുടെ വിമർശനങ്ങൾ കൊണ്ട് തളച്ചിടാൻ പറ്റുന്ന മുതലല്ല, അത് ഐറ്റം വേറെയാണ്. ഈ ഒരു പ്രായത്തിൽ ഇത്രയും അവാർഡുകൾ നേടിയെടുത്ത മറ്റൊരു താരം ചരിത്രത്തിലില്ല. ഇപ്പോഴിതാ
ഇന്ത്യൻ T20യിലേക്കും പരിഗണിക്കപ്പെട്ട ലിസ്റ്റിൽ സൂര്യവംശിയുടെ പേര് വന്നിട്ടുണ്ട്. അത് പ്രായം വെറും 15 ആ പയ്യന് മുന്നിൽ വർഷങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് സൂര്യവംശിയുടെ കാലം തന്നെയാണ്. വരുന്ന കാലങ്ങളിൽ ഇനിയും ഇതിലേറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തൻ്റെ പ്രതിഭ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇതുവരെ നടത്തിയതിനേക്കാൾ വലിയ വലിയ പ്രകടനങ്ങൾ ഇനിയും നടത്താൻ ആ കൊച്ചു പയ്യനാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.